എറണാകുളം പൂക്കാട്ടുപടിയിൽ കോളേജ് ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച അപകടമുണ്ടായി. ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. കോളേജ് ബസ് ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, രാവിലെ ഒരു അപകടത്തിന്റെ വാർത്ത തന്നെയാണ്. എന്താണിപ്പോൾ കോളേജ് ബസ് ഡ്രൈവറുടെ അവസ്ഥ? ഗുരുതര പരിക്കെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപകടം എങ്ങനെയുണ്ടായി? സ്വപ്ന, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എറണാകുളം പൂക്കാട്ടുപടി റോഡിൽ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. പൂക്കാട്ടുപടിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന സ്വകാര്യ ബസ്സും ഒപ്പം തന്നെ ജയഭാരത് കോളേജ് ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. നേർക്ക് നേരെ ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കോളേജ് ബസ്സാണ്. ഇതിന്റെ മുൻഭാഗം ഭാഗികമായി തന്നെ തകർന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ ബസ്സിലുണ്ടായിരുന്ന 4 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ സ്വകാര്യ ബസ്സിന്റെ ഡ്രൈവർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കോളേജ് ബസിന്റെ ഡ്രൈവർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ രാജഗിരി മെഡിക്കൽ കോളേജിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റ് വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ പനങ്ങാടുള്ള സാമർട്ട്യൻ ഹോസ്പിറ്റലിലേക്കുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ തന്നെയുണ്ട്. എങ്ങനെയായിരുന്നു രാവിലെ സംഭവം നടക്കുന്നത്? ഏകദേശം ഒരു 8:50-9 മണിയായി. ഞാൻ ഈ സ്കൂൾ ബസിന്റെ പിറക്കെ തന്നെ വന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പം ഈ പ്രൈവറ്റ് ബസ് പൂക്കാട്ടുപടിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ബസ്സാണ്. അപ്പോൾ ഒരു ബൈക്ക് ഇതൊരു ടേണിംഗ് ആണ്, വീതി കുറഞ്ഞ റോഡാണ്. ഇവിടെ മാക്സിമം വണ്ടികൾ ടിപ്പറായാലും മറ്റുള്ള വണ്ടികളൊക്കെ നല്ല സ്പീഡിൽ പോകുന്ന ഒരു ഏരിയയാണ്. പക്ഷെ എന്നാൽ തന്നെ രാവിലത്തെ ആ ഒരു തിരക്ക് കാരണം പ്രൈവറ്റ് ബസ്സൊക്കെ വളരെ സ്ലോവിൽ വന്നതാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിന്റെ ബാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് ഒരു ബൈക്ക് കയറി വന്നതും ഒരു ടേണിംഗ് ആയതുകൊണ്ട് കോളേജ് ബസ്സിന്റെ ഡ്രൈവർ അത് കണ്ടില്ല. അപ്പോൾ അതിനെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പുള്ളി റൈറ്റിലേക്ക് വെട്ടിക്കുന്നത്, ഈ ബസ്സിലേക്ക് വന്ന് അടിക്കുകയും ചെയ്തത്. ഈ അടിയുടെ ആഘാതത്തിൽ 2 കുട്ടികൾ വിൻഡോയിൽ നിന്ന് താഴെ വീണ് വിദ്യാർത്ഥി പുറത്തേക്ക് വന്നു. ഡ്രൈവർക്ക് 2 കാല് നല്ല ഫ്രാക്ചർ ഉണ്ട്. അപ്പം നാട്ടുകാരുടെ സംയോജിതമായ ഇടപാട് മൂലമാണ് ഇപ്പം വളരെ പ്രയാസകരപ്പെട്ടിട്ടാണ് ഡ്രൈവർ അതിൽ നിന്ന് ഫയർഫോഴ്സൊക്കെ വന്ന് കട്ട് ചെയ്ത് പുള്ളിയെ എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ ഈ മെയിനായിട്ടുള്ള കാര്യം റോഡിന് വീതിയില്ല. ഈ വീതി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പല അപകടങ്ങളും ഇതുപോലെ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പോയി കോളേജ് ബസ്സുമായിട്ടാണ് പുള്ളി വളരെ കാലമായിട്ട് ഈ അടുത്തുള്ള ആൾ തന്നെയാണ് കോളേജ് ബസ്സിന്റെ ഡ്രൈവറും. വളരെ സുപരിചിതമായ റോഡാണ്. പുള്ളിക്ക് ഈ റോഡുമായിട്ടെല്ലാം നല്ല ബന്ധമുള്ള ഒരാളായതുകൊണ്ട് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പുള്ളി ശ്രമിച്ചതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എങ്ങനെയായിരുന്നു ഈ അപകടം നടന്നതിന് ശേഷം ഡ്രൈവർ ഈ വണ്ടിയുടെ ഉള്ളിൽ കുടുങ്ങി കിടന്നതാണ്. അത് നാട്ടുകാർ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി, നടന്നില്ല. പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നിട്ടാണ് ഹൈഡ്രോളിക് ഇതൊക്കെ വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് പുള്ളിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. കാല് 2 നല്ല ഫ്രാക്ചർ ഉണ്ട്. തടിയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് പുള്ളിയെ കൊണ്ടുപോകുന്നത്. ഈ സ്വകാര്യ ബസ്സിൽ ഉണ്ടായിരുന്നതും ഒപ്പം ഈ കോളേജ് ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ, അപ്പൊ ബാക്കിയുള്ളവരെ ഏത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്? അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ അവരെ പരിക്ക് പറ്റിയവരെ എത്രയും പെട്ടെന്ന് അവരെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ള രീതിയിൽ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഇതാക്കുക വെച്ചിരുന്നു. മാക്സിമം ഈ കോളേജ് ബസ്സിലെ കുറച്ച് കുട്ടികളൊക്കെ ഉറക്കുമായിരുന്നു. അവരും സംഭവം പെട്ടെന്നൊന്നും അറിഞ്ഞില്ല. സൗണ്ട് കേട്ടുകൊണ്ട് പെട്ടെന്നുള്ളൊരു ആഘാതത്തിലാണ് അവരും ഉണർന്നത്. പ്രൈവറ്റ് ബസ്സിൽ ഒരു 6 ആൾക്കാർക്ക് പരിക്കുണ്ട്. അവരെ ഇവിടെ അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഈ അപകടം നടന്നതിന് ശേഷം ഡ്രൈവർ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സൊക്കെ എത്തിയാണ് മാറ്റിയത്. ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും. ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം അത് പൂർണ്ണമായി തന്നെ തകർന്ന ഒരു അവസ്ഥയിലാണ്. ഏതായാലും ഈ റോഡിന്റെ ഒരു അവസ്ഥ തന്നെയാണ് പ്രധാനമായിട്ടും നാട്ടുകാരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ വീതി കുറഞ്ഞൊരു റോഡാണ്, എന്നാൽ തിരക്കുള്ള സ്ഥലമാണ്. കോളേജുകളടക്കം, അതായത് ഇതേ റൂട്ടിൽ തന്നെ മറ്റ് കോളേജുകൾ അടക്കം പ്രവർത്തിക്കുന്ന ഒരു പ്രദേശത്താണ്. എന്നാൽ കൃത്യമായ ഒരു 2 വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകാൻ കഴിയാത്ത ഒരു വഴിയാണ്. അത് തന്നെയാണ് ഈ അപകടത്തിന് കാരണമായത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും നാട്ടുകാരടക്കം ആരോപിക്കുന്നത്. സ്വപ്ന.